മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൻ്റെ വിവാദ പരാമർശവുമായി സമസ്ത. പറഞ്ഞത് ഇസ്ലാം മത നിലപാടെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. മോഹൻലാൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണ് എന്നായിരുന്നു നാസർ ഫൈസി കൂടത്തായിയുടെ പ്രതികരണം. മുസ്ലിം എന്ന നിലയിലാണ് നിലപാട് പറഞ്ഞതെന്ന ന്യായീകരണമാണ് നാസർ ഫൈസി നിരത്തുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, മോഹൻലാൽ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തിയപ്പോഴാണ് തൻ്റെ സുഹൃത്തായ മമ്മൂട്ടിയുടെ പേരിൽ അവിടെ വഴിപാട് നടത്തിയത്. ഈ വഴിപാടിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിലെ തീവ്രവാദികൾ രംഗത്ത് വരുന്നത്. സമസ്ത നേതാവ് കൂടത്തായി പറയുന്നത് ഇത് ഇസ്ലാം മതപ്രകാരം തെറ്റാണ്. മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വഴിപാട് നടത്തിയതെങ്കിൽ അത് അംഗീകരിക്കാനാവില്ല. ഒ അബ്ദുള്ളയെ പോലുള്ള ആളുകളും ഇതിനെതിരെ രംഗത്ത് വന്നു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. മാസപൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് മോഹൻലാൽ അവിടെ ദർശനം നടത്തുകയും മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുകയും ഒക്കെ ചെയ്ത്. ഉഷപൂജ വഴിപാടായിരുന്നു അന്ന് മോഹൻലാൽ നടത്തിയത്. അതിനെ തുടർന്ന് മമ്മൂട്ടിക്കെതിരെ വിമർശനവുമായിട്ട് തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു. അതായത് മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികനായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഭാഷകനൊക്കെയായിരുന്ന മാധ്യമ ദിനപത്രത്തിന്റെ എഡിറ്ററൊക്കെയായിരുന്ന ഒ അബ്ദുള്ള പറഞ്ഞിരുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനമായിരുന്ന സമയത്ത് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് ഈ വിഷയത്തിൽ സമസ്തയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. സമസ്ത നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായിയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകിയ പ്രതികരണത്തിൽ ഇത്തരത്തിൽ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഈ വഴിപാട് നടത്തിയതെങ്കിൽ അത് ഇസ്ലാം മത വിരുദ്ധമാണ്, അത് നിഷേധാത്മക സമീപനമാണ്, അതിനെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഇത്തരത്തിലൊരു വഴിപാട് നടത്തിയതിന് മറ്റ് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പ്രതികരണങ്ങളും ഒക്കെയായിട്ട് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നത്. പിന്നീട് അത് വലിയ രീതിയിൽ, അതായത് ഒ അബ്ദുള്ള നടത്തിയ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശന വിധേയമായ സമയത്താണ് അദ്ദേഹം അതിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതിലും അദ്ദേഹം പറയുന്നത്, ഞാൻ ഇസ്ലാം മത ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എങ്കിൽ, അതായത് ശബരിമലയിൽ വഴിപാട് നടത്തിയത് എങ്കിൽ അത് ഇസ്ലാമിന്റെ നിഷിദ്ധമായ കാര്യമാണ്. ഇസ്ലാം ഏകദൈവ വിശ്വാസികളാണ്, മറ്റു ദൈവങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ആളാണ്. ഇസ്ലാം മതാചാരം തുടരുന്ന അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന മമ്മൂട്ടിക്കും സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ, ഇസ്ലാം മത വിശ്വാസിയാണ് മമ്മൂട്ടിയെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരു വിമർശനമാണ് നാസർ ഫൈസി കൂടത്തായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മമ്മൂട്ടിക്കെതിരെ ഞാൻ പറഞ്ഞതല്ല, ഇസ്ലാം മതത്തിന്റെ കാര്യം പറഞ്ഞതാണ്. ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ മതകാര്യങ്ങൾ പറയുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇസ്ലാം മത വിശ്വാസിയായ ഒരാൾ പോലും മറ്റൊരു മതത്തിന്റെ ദൈവത്തെ വിശ്വസിക്കുകയോ അവരുടെ പൂജാതി കർമ്മങ്ങളോ അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായത്തിന്റെ ഒന്നും ഭാഗമാകാൻ പാടില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. അത് ശിർക്ക് എന്നാണ് അവർ പറയുക. അതായത് മുസ്ലിം മതത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പുറത്തുള്ള കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുക, അതിൽ വിശ്വസിക്കുക, അതിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നതിന് ശിർക്ക് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ അറിവോട് കൂടിയിട്ടാണ് മോഹൻലാൽ ചെയ്തത് എങ്കിൽ അത് തീർച്ചയായിട്ടും തിരുത്തേണ്ട ഒരു കാര്യമായിട്ടാണ് പരിഗണിക്കുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ പുരോഗമന സമൂഹമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ രീതിയിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മറ്റു മതത്തിനെ വിശ്വസിക്കുന്നു എന്നതിന്റെ പേരിൽ അദ്ദേഹം മതത്തിന് പുറത്ത് നിൽക്കുന്ന ആളാവുക അല്ലെങ്കിൽ അത് മതവിരോധിയാവുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് വിമർശന വിധേയമാകുന്ന സമയത്തായാലും ആ നിലപാടുകളിൽ നിന്നും സമസ്തയുടെ നേതാവ് പിന്നോക്കം പോകുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അത് ആ നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. അതായത് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇസ്ലാം വിശ്വാസിയെ തുടർന്നുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമാകുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല. അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. അത് നിഷേധാത്മക സമീപനമാണ് എന്ന നിലപാട് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയം വിമർശന വിധേയമാകുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വിഷയം എന്തായാലും ചർച്ചയാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായും മോഹൻലാൽ ഇവിടെ ശബരിമലയിൽ വഴിപാട് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വഴിപാട് നടത്തിയതെങ്കിൽ അത് അംഗീകരിക്കാനാവില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് സമസ്ത നേതാവ് നടത്തുന്നത്. ഗോകുൽ, ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം, ചലച്ചിത്ര മേഖലയിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം അത് ഏവർക്കും അറിയാവുന്നതാണ്. ഇവർ സിനിമാ ലോകത്ത് വന്ന കാലം മുതലുള്ള സൗഹൃദമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ തൻ്റെ സുഹൃത്തിന് വേണ്ടി, അതേതു മതമായാലും, താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഒരു വഴിപാട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തുന്നത് അത് ഇത്ര വലിയ കുറ്റമായി കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്, പ്രത്യേകിച്ചും
മതസൗഹാർദ്ദമാണ്, മതേതരത്വ ബോധം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് എന്നൊക്കെ പറയുന്ന ഇടത്താണ് ഇത്തരത്തിലുള്ള തീവ്രമായ അന്ധമായ നിലപാട്, മതവിരോധം ഉളവാക്കുന്ന നിലപാട് ഉണ്ടാവുന്നത്. ഇതിനെതിരെ മറ്റ് മേഖലയിൽ നിന്നും ചലച്ചിത്ര മേഖലയിലെ മറ്റുള്ള ആളുകളുടെ പ്രതികരണം വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തുള്ള ആളുകളും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു? ഗോകുൽ, ഈ വിമർശനം എന്തായാലും തുടരുക തന്നെയാണ്. അതായത് ഈ മുസ്ലിം സമുദായത്തിനകത്താണ് അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള മതനിയമങ്ങൾ കൂടുതലായും കർശനമായും വരുന്നത്. അതെന്തായാലും പൊതുസമൂഹത്തിന്റെ ഒരു സമൂഹ വർത്തിത്വത്തിനകത്ത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് അവർ എന്തായാലും അനുയായികൾക്ക് അവരുടെ വിശ്വാസികൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അതിനെതിരെ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കാരണം അതായത് മുസ്ലിം മതത്തിൽ വിശ്വസിച്ചു അതിന്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് മറ്റു മതത്തിന്റെ ഭാഗമാകാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക, ക്ഷേത്രത്തിൽ വഴിപാട് നടത്താതിരിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ സാധിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും എന്തായാലും മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയും അതിനെതിരെ എതിർപ്പ് വരികയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ആ വിമർശനം വരുന്ന സമയത്തായാലും മത നേതൃത്വങ്ങൾ അത് തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതായത് കാലഘട്ടം പുരോഗമിക്കുന്നതിനനുസരിച്ച് മതവിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങാനൊന്നും മുസ്ലിം സമൂഹം തയ്യാറാവുന്നില്ല. നേരത്തെയൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു മലപ്പുറത്ത് ഒരു പരിപാടിയിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വേദിയിൽ കയറിയ സമയത്ത് അതിനെതിരെ സമസ്തയുടെ തന്നെ നേതാവ് വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടിയുടെ, അതായത് ഉന്നത വിജയം നേടി പുരസ്കാരം വാങ്ങുവാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറിയ പെൺകുട്ടിയുടെ സമസ്തയുടെ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം, നിങ്ങൾക്ക് സമസ്തയുടെ നിയമങ്ങളൊന്നും അറിയില്ല എന്നാണ്. അതായത് കുട്ടിയുടെ മാതാപിതാക്കൾ ഉപ്പ എവിടെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകളെ വേദിയിലേക്ക് പോലും കയറ്റാത്ത ഒരു രീതിയാണ് മുസ്ലിം സമുദായം.